യൂണിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകുന്നു. ഓച്ചിറ മടത്തിൽക്കാരാൺമ കണിയാമ്പറമ്പിൽ ജയപ്രകാശിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. കർമ്മോത്സുകരായ ഒരു കൂട്ടം പ്രവർത്തകരും ജാതി മതഭേദമന്യേ എല്ലാവരും കൂടി തോളോട് തോള് ചേർന്ന്, കാരണം രണ്ടാമത്തെ വീടിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ സംബന്ധിച്ചിരുന്നു. എല്ലാവരും കൂടി ചേർന്നിരുന്നു. ഇവിടെ സഹായിക്കാനാണെങ്കിലും സഹകരിക്കാനാണെങ്കിലും സംസാരിക്കാനാണെങ്കിലും നിർദ്ദേശം കൊടുക്കാനാണെങ്കിലും മറ്റുള്ളവരെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്ന് നിന്ന് എല്ലാവരും കൂടി നിന്നുകൊണ്ട് ഒരാളെ ഒരു കുടുംബത്തെ സഹായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. ഓച്ചിറ യൂണിറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ഓച്ചിറ മടത്തിൽക്കാരാഴ്മ കണിയാന്തറയിൽ ജയപ്രകാശിന് വീട് നിർമ്മിച്ചു നൽകുന്നത്. നമ്മുടെ മനുഷ്യരുടെ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യകതയാണ് ഭവനം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള കുറച്ച് ആളുകൾ ചേർന്ന് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ചിന്താധാരയിലേക്ക് അനേകം ആളുകൾ കടന്നു വരട്ടെ. 19 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്തിൽ നിന്നും കിട്ടിയ തുക വിനിയോഗിച്ച് നിർമ്മിച്ച ആസ്ബസ്റ്റോസ് ഷീറ്റ് മേഞ്ഞ വീടായിരുന്നു ഇവരുടേത്. ഈ വീട് നിലംപൊത്താറായ സാഹചര്യത്തിലാണ് പ്രകാശിനും കുടുംബത്തിനും താമസയോഗ്യമായ വീട് വെച്ചു നൽകാൻ യൂണിറ്റി ഫൗണ്ടേഷൻ തീരുമാനിച്ചത്. യൂണിറ്റി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടാണിത്. വീടിന്റെ കല്ലിടിയിൽ ചടങ്ങ് നടത്തി. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗം BS വിനോദ, AM മുഹമ്മദ്, സലീം അമ്പിത്തറ, ബൈജു പുലത്തറ, ഫാദർ ഫിലിപ്പ് ജോർജ്, സബാഹു മന്നാനി, അഭിലാഷ് തിരുമേനി, ഡോക്ടർ തോമസ് മാത്യു പാറയിൽ, സതീഷ് പള്ളിയമ്പിൽ, അജിത്ത് വലിയ വീട്ടിൽ, അമ്പാടി ബാബു, ഭാവിസ് വിജയൻ, അജയൻ വൈഷ്ണവം, സാജിദ പുത്തൻപുരയിൽ, അനി അഷ്ടപതി, ഷാനവാസ്, സലാം കുരുവേലി, ഷാഫി കവറാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഒരവസരം കിട്ടിയത് വലിയ ഭാഗ്യമായി കാണുന്നു. മാത്രമല്ല ഇത്തരം ഭവനങ്ങൾ തന്നെ ഈ മടത്തിക്കാരാഴ്മ പ്രദേശത്ത് 3ാമത്തെ വീടാണ് ഈ സമിതി നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിനെയും ഭാരിച്ച ചെലവുകളുള്ളതാണ്. അതിന് എല്ലാവരും അവരാൽ കഴിയുന്ന സഹായങ്ങൾ നൽകി ഈ ഭവനം നല്ല പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഏർപ്പെടണമെന്ന് മാത്രമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഭവനം, ഒരു വീട് എന്ന് പറയുന്നത്. വീടില്ലാത്തവൻ്റെ മുറവിളി വളരെയധികം സങ്കടകരമായ ഒരു കാര്യമാണല്ലോ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ്. എന്നാൽ പല കാരണങ്ങളാൽ അത് നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും അത് ലഭിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു കെട്ടുറപ്പുള്ളതായ ഒരു ഭവനം എല്ലാവരുടെയും ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.